പാറുവേ മകളെ പാറു പാറു എന്താ ഒന്നില്ലടി ചുമ്മാ വിളിച്ച് എടി ഈ മല പോലെ വന്നതേ എലി പോലെ പോയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ചിലവരൊക്കെ വന്നാല് വീട് മറച്ചു വെക്കുമെന്നോ ഭൂകമ്പം സംഭവിക്കുന്നോ ഒക്കെ പറഞ്ഞ്. വന്നവര് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോയി. അച്ഛൻ പറയണ കറക്റ്റാണ്. ചില പണക്കാർക്കേ ബുദ്ധി ഉണ്ടാവൂല, മണ്ടന്മാരാ. അടച്ചെറുക്ക, നീ വെറുതെ ബാലോച്ചന്റെ റോൾ എടുക്കല്ലേ. ഒന്ന് കുത്തിയിരുന്ന് ചിരിക്കുന്നോ കുറ്റം പറഞ്ഞിട്ട്? ഇനി നീ എന്റെ പപ്പ എന്തെങ്കിലും പറഞ്ഞ ഇപ്പൊ ഒരു കവളത്തല്ലേ അടിച്ചിട്ടുള്ളൂ, 2 കവളം അടിച്ചാൻ പൊട്ടിക്കും. എന്താ പ്രശ്നം? ഒന്നുമില്ലമ്മ, ഞാനും പാറുവും കൂടെ ഒരു പൊതു തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നു. അപ്പൊ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. നീ എന്ത് പൊതു തമാശയാടാ പറഞ്ഞേ? പൊതു തമാശയോ? ചില പണക്കാരൊക്കെ മണ്ടന്മാരാണ് പോലും. എന്റെ പപ്പ വന്നിട്ട് ഇവിടെ ഭൂകമ്പം ഒന്നും നടന്നിട്ടില്ലെന്ന്. കേശുവോ എന്തോന്നാടാ? അല്ലമ്മ, ഇവിടെ പറഞ്ഞ ബിൽഡപ്പ് ഭയങ്കരമാണല്ലോ. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് അടങ്ങടാ, ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഇനി നീയായിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കല്ലേ കേശു? അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, വേറൊരു പ്രശ്നമില്ല ഇവിടെ. പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതൊന്നൊരു പ്രശ്നമില്ല അമ്മ. വേറെ ആരും വേണമെങ്കിൽ ആ കാര്യം മറക്കാം, പക്ഷെ കേശു ഉണ്ടല്ലോ ആ കാര്യം മറക്കത്തില്ല. നീ അടി വാങ്ങിക്കുകയും ചെയ്യോ അപ്പൊ എന്റെ? ആ കാര്യത്തിന്റെ പേരിൽ എനിക്കൊരു അടി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എല്ലാവർക്കും ഈ കാര്യത്തിൽ സപ്പോർട്ടാണെന്ന് തോന്നുന്നില്ല. അച്ഛൻ ഇവിടുന്ന് പോയാലും ഒരു തെറ്റുമില്ല. എന്നോട് അച്ഛനെ പറ്റിച്ചല്ല എന്തായാലും. കേറി അങ്ങോട്ട് ഒരുപാട് ഫോണിലേക്ക് പോലെട്ടാ കേശു. വാങ്ങും എന്റെ കയ്യിൽ നിന്ന്. എടാ, നിന്റെ ചേട്ടന് ഒരു തെറ്റ് പറ്റിയില്ല. അതറി പറഞ്ഞു തെറ്റടാ. തെറ്റെന്ന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചത് തെറ്റൊന്നും അല്ല. നമ്മളോട് പറയാതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു, അതാണ് തെറ്റ്. കല്യാണം കഴിച്ചത് തെറ്റല്ല. കല്യാണം കഴിച്ചത് തെറ്റാണോ അല്ലേന്നൊക്കെ കുറച്ച് കഴിയുമ്പോ അറിയാം. മതി, നിർത്തിക്കോട്ടാ. സംസാരം ഒരുപാട് ഓവറാവുന്നുണ്ട്. എടാ, നിനക്കുണ്ടല്ലോ പ്രായത്തിൽ കവിന് സ്വാതന്ത്ര്യവും അധികാരം തന്നതാണ് ഇപ്പൊ പ്രശ്നമായത്. കൂടുതൽ ഷോ കാണിച്ചാൽ കേശു എന്റെ നിന്ന് നല്ലതും കിട്ടും. അവസാനം കിട്ടിക്കൊണ്ട് കിടന്ന് മോങ്ങരുത്, ഇപ്പഴേ പറയാം. എന്തായാലും വിഷ്ണു ഓഫീസിൽ നിന്ന് വരട്ടെ, എന്തായാലും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നിന്റെ കാര്യം. ചേച്ചി വേണ്ട, ചേച്ചിയാണെങ്കിൽ കൊറേ അടി ഇട്ടിട്ട് നിൽക്കുക. എനിക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. കേട്ടാ സാർ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന്. തലയണ മന്ത്രം തുടങ്ങി. എടാ നിർത്തട കേശു. കൊച്ചെ, നീ അവൻ വരുമ്പോ ഇതൊന്നും പറഞ്ഞു കൊടുക്കല്ലേ കേട്ടാ. ഇപ്പൊ അച്ഛനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛനും മോനും തമ്മിൽ പ്രശ്നമില്ല. ഇനി ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇവനോട് എന്തോന്ന് പ്രശ്നം? നല്ല അടി കൊടുത്തിട്ട് എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കാൻ പറയണം. ഞാൻ ഒരുപാട് കൊച്ചു പയ്യന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൽ ഇത്രയും ജാടുള്ള എടുത്തിട്ട് എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. അതെ, പ്രായത്തിൽ കേശു ചെറുതായിരിക്കും, പക്ഷെ അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും കേശു ഒരുപാട് മുന്നില്ല. എടാ കേശു, കേറി പോടാ. ഈ പോക്കോ ഞാൻ പഠിത്തം നിർത്തണ്ടത്. ഇതെന്നോടാ പെറുപിറുക്കണേ? ഒന്നുമില്ലേ, പോ. പോണ്. എല്ലാരും ഒരു കാര്യം ഓർത്തോ, അച്ഛൻ വരുമല്ല, അച്ഛൻ വരുമ്പോ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. നീലുമ്മ പറയുന്നോണ്ടൊന്നും തോന്നും. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കുറെയൊക്കെ കാര്യങ്ങളുണ്ട് അവൻ പറഞ്ഞതില്. കൊച്ചിന്റെ അഹങ്കാരം കുറച്ച് കുറയ്ക്ക്. പറയുമ്പോ വർത്താനം പറയുമ്പോഴേ കുറച്ച് മര്യാദ വേണം. അതില്ല കുട്ടിക്ക്. ഇയാള് ചെല്ല്, വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. അച്ഛൻ എവിടെ പോയി ഓന്നർക്കങ്ങ് പോയാൽ മതി. വിളിച്ചോട്ടെ, എടുക്കത്തുമില്ല. മലപ്പുറം പോയതടി, ഓണ് വിട്ടോ വെച്ച്. ചിറ്റപ്പനെ വിളിച്ചല്ലേ? വേണ്ട, ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി പോകും. ചേച്ചി ഇങ്ങോട്ട് വന്നേ. മാവിൻ്റെ ഒട്ടിയിരിക്കുന്നു. വാ ഇങ്ങോട്ട്. എന്താ അങ്ങോട്ട് നോക്ക്. കണ്ടാ? കണ്ട്. അവള് ഫോൺ ചെയ്യണോ? അതിനിപ്പോ എന്തെന്നാ? ആരാണ് ഇത്ര അത്യാവശ്യം ഇവിടെ ഓൺ ചെയ്യണത്? അവൾ ആരെങ്കിലും വിളിക്കട്ടെ, നിനക്കെന്താ? ഇത് ചേട്ടനെ വിളിക്കുന്നതായിരിക്കും. ഇവിടെ നടന്ന കാര്യം മൊത്തം 1 9 വിളിച്ച് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പോരുണ്ട്. മേഡത്തിന്റെ അച്ഛനോട് വന്നിട്ട് കാണിച്ച ഷോ ഒന്നും പറയൂല. നമ്മൾ തിരിച്ചെന്തേലും പറഞ്ഞു കാണൂ, അതായിരിക്കും പറയുന്നത്. ചേട്ടാ, ചേച്ചി ഇങ്ങോട്ട് തന്നെ നോക്കി, എനിക്കെന്ത് കുഴപ്പം? ചേച്ചിയിടൊന്നുമില്ല, വേറെ ആരും പറയാ, വേറെ ആരും. നീ എന്തിനാ ഉറക്കം വിളിച്ചു പറഞ്ഞേ? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ചേച്ചി ഇങ്ങോട്ട് വരൂല. അതെ, വരില്ല. ദേ വരുന്നു കൊടുങ്കാറ്റ് പോലെ. ചേട്ടാ,
സൂക്ഷിച്ച് നിൽക്കേ. സൂക്ഷിച്ചു നിൽക്കാനാ എന്തിന്? എനിക്കാരെ പേടിയൊന്നുമില്ല. എന്താ പറഞ്ഞു ലച്ചു? എന്താ പറഞ്ഞേ? ഞങ്ങള് വേറെ കാര്യം സംസാരിച്ചോണ്ടിരുന്ന അയാൾ കയറി ചെല്ല്. ഇവരൊന്നും അടിയായ നാണക്കേടാണേ. അല്ല ഒരു വരക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എനിക്കറിയാം ഇവൻ എന്നെ കുറിച്ച് തന്നെ എത്ര നേരം ഇവിടെ നിന്ന് പൊരിച്ച് തട്ടിയത്. ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അതെ ചേച്ചി ചേട്ടനെ വിളിച്ച് എന്തൊക്കെ എരികേറ്റി പറഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് എന്തൊരു കയറ്റിന്ന്? ചേച്ചി ഇപ്പൊ വിളിച്ച ചേട്ടനെയാണോ? ആ ആണല്ലേ? ആ വിളിച്ച എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അച്ഛനെ വീടിനെ പുറത്താക്കി. ഇനി പിന്നെയും പറഞ്ഞു ഇവിടെ ഓരോരുത്തരായിട്ട് പുറത്താക്കണം. അതല്ലേ ചേച്ചിയുടെ ലക്ഷ്യം? എടാ ചെറുക്ക, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ വിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞത് എന്റെ അച്ഛൻ വന്ന കാര്യമാണ്. അല്ല നീ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ വിഷ്ണുവിനെ വിളിച്ച് എരിയിട്ടിട്ടൊന്നുമില്ല. ആണല്ലോ, അച്ഛനല്ലേ വിളിച്ചത്. ഇയാള് ചെല്ലു, കുഴപ്പമൊന്നുമില്ല. എടാ അമ്മ ഇതൊക്കെ കണ്ടോണ്ട് നിന്നാണ്ടല്ല, നല്ല സീൻ കിട്ടും കേട്ടോ. ഒന്നാമത് അമ്മയ്ക്ക് കണ്ണിന് പിടിക്കണല്ലോ ഇതൊന്നും. സീൻ കിട്ടും. ആ അവസാനം എല്ലാം കൂടെ നിന്നെ നെഞ്ചത്തോട്ട് വരുമെന്ന്. ആ ഇവന് കിട്ടണം. ഇവന് കിട്ടാത്തതിന്റെ എല്ലാ കുഴപ്പവും കാണുന്നുണ്ട്. ചേച്ചിക്കും കിട്ടാത്തതിന്റെ എല്ലാ കുഴപ്പവും കാണുന്നുണ്ട്. എടാ ചെറുക്ക, ഒരുമാതിരി സംസാരിച്ചോണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. നീ സംസാരിച്ചോണ്ടിരുന്നാ വരക്കാവും. എന്റെ പൊന്നു കേശു ഒന്ന് കേറി പോടാ. ഇതിപ്പോ വല്ലാത്ത കഷ്ടമല്ല. അകത്തും ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തും ഇരിക്കാൻ പറ്റത്തില്ല. ഓരോന്നൊക്കെ വന്നു കയറുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്തുവാടാ കുഴപ്പം? നീ എന്തിനാ ചിരിക്കണത്? അടുത്ത് വന്നത് മീന്. കേറി പോടാ. ഞാൻ പോണ്. പേടിച്ചിട്ടൊന്നുമല്ല പോണത്. ഇവിടെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് മാത്രം. കുറച്ച് സൂക്ഷിച്ചു പോക്കോ, അല്ലെ പിന്നെ വീഴും. അതെ നേരെ പോകാനൊക്കെ നമുക്കറിയാം കേട്ടാ. ഇവനെന്താ ഇത്ര കലിപ്പ്? അവന്റെ സ്വഭാവം എങ്ങനെയാ? ഇയാള് കേറി പോയേ. വാ